വന്ന് ഒപ്പിട്ടിട്ട് പോയിക്കോ. ചേച്ചി പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് വന്ന് ജയിലിൽ കിടന്നാളെന്ന് വരെ പറഞ്ഞാണ് ചേച്ചി. നെട്ടും ഇവനെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. നീങ്ങി വന്നേ. എല്ലാവരും ഒരു മിനിറ്റ് ശ്രദ്ധിക്കണേ. നിങ്ങളെ ജോലി തട്ടിപ്പിന്റെ വാർത്ത ഫേസ്ബുക്കിലിട്ട ആളാണിത്. വിനീത് കുമാർ സിയെ സ്വാധീനിച്ച് ഇവന്റെ യൂണിവേഴ്സിറ്റി എക്സാം പോലും മുടക്കിയിരിക്കുകയാണ്. ജ്വല്ലറിക്കാർ പ്രിൻസിപ്പൽ വിളിച്ചപ്പോൾ പോലും സിയെ അത് പരിഗണിച്ചില്ല. നന്നായി ഓണം തൂക്കി പിടിച്ച് സന്തോഷം. ആ ഫോൺ ആരും അടുത്ത് കൊടുത്തേ. ഓർമ്മോടെ കൂട്ടുകാരനവൻ. ജനാധിപത്യത്തിന് കരുതൽ വീഴ്ത്തി കർണാടക രാഷ്ട്രീയം. കോടതി കയറിയ കർണാടകത്തിന്റെ ക്ലൈമാക്സിന് നാളെ രാവിലെ വരെ കാത്തിരിക്കണം. പുലർച്ചെ 2-ന് തുടങ്ങി 3 മണിക്കൂർ സുപ്രീം കോടതിയിൽ നടന്ന വാദങ്ങൾക്കും പ്രതിവാദങ്ങൾക്കും അന്തിമ ഉത്തരവ് കാത്തിരിക്കുകയാണ്. ഭൂരിപക്ഷം തെളിയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു BJP. ചോർച്ച തടയാൻ MLA-മാരെ നാടുകടത്തി പൂട്ടിയിടാൻ ഒരുങ്ങി കോൺഗ്രസും. ആ പുറത്തേക്ക് സൈന്യം കണ്ടു വിളിച്ചേ. ഇരിക്കേ. വിനീത് കുമാറിന്റെ ആരാ നിങ്ങള്? ചേച്ചിയാ സാറ്. പേരെന്താ? രാധാമണി. വിനീത് കുമാറിന്റെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും മാർക്ക് ലിസ്റ്റാ. കഴിഞ്ഞ മോഡൽ എക്സാമിന്റെ വരെ ഉണ്ട്. കോളേജിൽ നിന്ന് പ്രിൻസിപ്പലിന്റെ മെയിലുണ്ടായിരുന്നു. എക്സാമിന് മാത്രം പറഞ്ഞു വിട്ട് എക്സാം കഴിയുമ്പോൾ അവരുടെ വണ്ടി തന്നെ തിരിച്ചയക്കാമെന്ന്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ജ്വല്ലറി ആയിട്ട് എന്താ പ്രശ്നം? ഒന്ന് വിശദമായിട്ട് പറഞ്ഞേ. തോറ്റാനും ജയിക്കാനൊരു ടൈം വേണ്ടേ? ഹരിയായിട്ട് നിങ്ങോട്ട് വിളിച്ചേ. സാറേ, എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം തരുമോ? സാറേ, എൻ്റെ സാറേ, എൻ്റെ ഭർത്താവ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവധിക്ക് വന്നപ്പോൾ ഞങ്ങൾ മൂക്കൊരു മാല മേടിച്ചായിരുന്നു. അനീഷിനെ എനിക്ക് പരിചയമുള്ളതുകൊണ്ടാണ് അങ്ങനെ മേടിച്ചത്. അപ്പോൾ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം വന്നു. അപ്പം ഞാൻ കോപ്പറേറ്റീവ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരാണ് പറഞ്ഞത് 3.5 പൗണ്ട് മാലയിൽ ശരിക്കും 1.5 പൗണ്ട് സ്വർണ്ണം ബാക്കി ഞാൻ ജോലിക്ക് ചെന്നപ്പോൾ അവർ വീട്ടുകൂട്ടി എന്ന് കഴിഞ്ഞാൽ എല്ലാം ശരിയാക്കി തരാം. ഞാൻ വീട്ടിൽ പോയി കുറേ കൊടുത്തൊരു സ്റ്റാഫ് എൻ്റെ അടുത്ത് ഒന്നും ഇല്ല. ഞാൻ കൊടുത്തു. പിന്നെ മാനേജർ കൊണ്ട് ബില്ല് വെക്കണേ. എനിക്ക് എന്താ അവരുടെ ഇടയിൽ ഞാൻ കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞു. ആരും മനസ്സിലാവില്ല. അപ്പം എല്ലാവരും ഞാനിതൊക്കെ കള്ളിയിൽ പോയി തള്ളി പുറത്താക്കിയ സമയം ഈ വിവരമൊക്കെ പറയാൻ വേണ്ടി ഞാൻ രാവിലെ വക്കീലിനെടുത്തിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറയണേ, എൻ്റെ അമ്മയെ പോലീസ് വിളിച്ചുകൊണ്ടുപോയി ജോലിക്കാരൻ പനിയിൽ കൊടുത്തിട്ട് നല്ല പിടിക്കാനായിട്ട് പഠിക്കണേ. അവന് പരീക്ഷ എഴുതാനും പറ്റിയില്ല. എനിക്ക് വൈകുന്നേരം ഇന്ന് എൻ്റെ മോളെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണം സാറേ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സഹായിക്കണം. എനിക്ക് എന്ത് ചെയ്യണം സത്യമായിട്ടും അറിയാൻ പാടില്ല. അനീഷിനൊന്ന് വിളിച്ചേ. അല്ല, നമ്പർ ഒന്ന് എടുത്തേ. 9847072269. അനീഷല്ലേ? ഇത് സൗത്ത് പോലീസ് സ്റ്റേഷനാ. HR ജ്വല്ലറിയുടെ നമ്പർ ഒന്ന് പറഞ്ഞേ. താനേതാ? അനീഷ സാറ് വിളിപ്പിച്ചായിരുന്നു. എവിടെ ജോലി? ഇവിടെ രവിപുരത്താ സാറേ. അക്ബർ ട്രാവൽസിന്റെ ഓഫീസിൽ. അക്ബർ ട്രാവൽസിന്റെ ഓഫീസിൽ രവിപുരത്ത്. അതിനു മുമ്പാ HRR ജ്വല്ലറിയിലായിരുന്നു. ഇതൊന്ന് നോക്കിയേ, അറിയുമെന്നോ? ഇത് കണ്ടിട്ടുണ്ടോ? ഉണ്ട് സാറേ. ഇത് ഇവരവിടുന്ന് വാങ്ങിയതാണോ? കഴിഞ്ഞ പ്രാവശ്യം ശ്രീകുമാരേട്ടൻ ലീവിന് വന്നപ്പോൾ അവിടുന്ന് വാങ്ങിയതാ. അതാരാ ശ്രീകുമാർ? ചേച്ചിയുടെ ഹസ്ബൻഡാ സാറേ. എൻ്റെ ഹസ്ബൻഡ്. ഞാൻ നിർബന്ധിച്ചാ സാറേ അവരുടെ നിന്ന് പർച്ചേസ് ചെയ്തത്.
ഞാൻ തന്നെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് കൊടുത്തു സാറേ. അപ്പൊ താനാണ് ഇവർക്ക് ഈ പണി വാങ്ങിച്ചു കൊടുത്തത് അല്ലേ? അല്ല സാറേ, നമ്മൾ സാർ എടോ ഈ സ്വർണ്ണം ഒന്ന് തൂക്കണമല്ല. ആര് പോവും? ജെയിംസിന് വിടാം സാർ. അത്യാവശ്യമാണ്. ആ മഹേഷ് ജ്വല്ലറി പോയാൽ മതി. താൻ എത്ര നാൾ ജ്വല്ലറിയിൽ ജോലിക്കുണ്ടായിരുന്നോ? ഞാൻ ഒരു 1.5 വർഷം ഉണ്ടായിരുന്നു സാറേ. ഡിസംബറിലാണ് ഇറങ്ങിയത്. അപ്പൊ തനിക്കറിയില്ലായിരുന്നോ അവന്മാരുടെ ഈ തരികട? അയ്യോ സാറേ, ഞാൻ ചേച്ചിയായിട്ട് എത്ര കാലത്തെ പരിചയം സാറേ. നമ്മളങ്ങനെയൊന്നും. അവന്റെ മൊഴി എടുക്ക്. സാർ സാർ ആ ജ്വല്ലറിയുടെ നമ്പർ അതിലുണ്ട്. വാ. ഹലോ സൗത്ത് സ്റ്റേഷനിൽ എസ് ഐ ആ മാനേജർക്കൊന്ന് ഫോൺ കൊടുത്തേ. നിങ്ങളുടെ സ്ഥാപനത്തിനെതിരെ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടല്ലോ, ഒരു രാധാമണി. സാർ ആ മാലയുടെ ഇഷ്യൂ ആണോ? അതെ അതെ, കേട്ടിടത്തോളം അതൊരു ജെന്യുവൻ കംപ്ലൈന്റ് ആണെന്ന് തോന്നണം. സാർ അതൊരു ഫേക്ക് ഇഷ്യൂ ആണ്. അത് ഞങ്ങളുടെ പ്രൊഡക്റ്റ് അല്ല. അവരെ മറ്റൊരു നിങ്ങളൊന്ന് പുറത്തിരുന്നേ. സോറി. ഹലോ ഹലോ സാർ. ഇഷ്യൂ ഫേക്ക് ആണോ അല്ലയോ എന്ന് താനാണ് തീരുമാനിക്കണത്. കാര്യങ്ങൾ നല്ലോണം ബോധ്യപ്പെട്ടിട്ട് തന്നെ ഞാൻ വിളിക്കണത്. നീ കൂടുതൽ വർത്താനം പറഞ്ഞാൽ കോടതി കയറേണ്ടി വരും. അവരിവിടെ സ്റ്റേഷനിലുണ്ട്. നിങ്ങളുടെ ആരെങ്കിലും ഇങ്ങോട്ട് വിട്ട് ഇവിടെ വെച്ച് അങ്ങോട്ട് തീർത്തോ, ഇല്ലെങ്കിൽ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാകും. സാർ ഒരു 10 മിനിറ്റ് ഇപ്പം തിരിച്ചു വിളിക്കാം. ശുദ്ധ തെമ്മാടിത്തര സാർ ഇവർ കാണിച്ചിരിക്കുന്നത്. ഇതുവരുടെ സ്ഥിരം പരിപാടിയാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ CA സാർ ഇങ്ങനെ ഒരു സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ അതൊരു പ്രശ്നമാണ്. സർ, തൂക്കത്തിൽ എഴുതിയിട്ടുണ്ട്. സ്വർണ്ണം 1.5 പവനേ ഉള്ളൂ, ബാക്കി മുഴുവൻ മെഴുകിൻ്റെ. സാർ എസ് ഐ ആണ്. സാർ, ഞാൻ CA സാറായിട്ട് സംസാരിച്ചിരുന്നു. സാറിൻ്റെ കാര്യങ്ങളൊക്കെ കൺവിൻസ് ആയിട്ടുണ്ട്. CA സാർ സാറിനെ വിളിക്കും. സാറേ, ഞങ്ങൾക്കിവിടെ നല്ല പീക്ക് ടൈമാണ്. ഇപ്പോൾ ഒരാളെ അങ്ങോട്ട് അയക്കാന്ന് വെച്ചാൽ. നിങ്ങളോട് ഒരാളാക്കാൻ പറഞ്ഞത് CI അല്ല, SI ആണ്. മനസ്സിലായോ? ഇതാണോ സ്റ്റാർ പറഞ്ഞു പോയാ? തനിക്ക് അവിടെ പീക്ക് ടൈം ആണല്ലേ? ഇയാൾ ഇങ്ങോട്ട് വരണ്ടോ? ഞാൻ അങ്ങോട്ട് വരാം. സാർ, എന്തായി? ഒന്ന് പുറത്തോട്ട് നിന്ന്. ആരെ വിളിച്ചാലും ഞാനിവിടെ ഇല്ല. ശരി സാർ. ഹലോ. സാർ SI സാർ പുറത്തു വരികയല്ലോ സാറേ. ഒരു 10 മിനിറ്റായി. ശരി സാർ. CA സാറാ. താൻ പോയിക്കോ, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. ശരി സാർ. തിരുവനന്തപുരം പെരൂർക്കട സ്റ്റേഷനിൽ ഇതേ ജ്വല്ലറിയുടെ പേരിൽ 2 കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫുൾ ഡീറ്റെയിലിംഗ് എടുത്തേ. സാർ. പെരൂർക്കട സ്റ്റേഷനിൽ SI ആരാ? ജോർജ് വർഗീസ്. 2 കേസിന്റെ ഫുൾ ഡീറ്റെയിൽ എനിക്ക് പെട്ടെന്ന് തന്നെ. എനിക്കത് കേട്ടിട്ടൊരു ജെന്യൻ കേസാന്നാ തോന്നുന്നത്. അമരാശ്രയിക്കിട്ട് പണി കൊടുത്ത് തന്നെയാണ്. അല്ല, നമ്മളിപ്പോ ഇവരെന്താ ചെയ്യാൻ പോകുന്നത്? എന്താ വേണ്ടത്? അവരടുത്ത് ഇങ്ങ് വരാൻ പറ, നോക്കാം.